അപ്പോ ഫ്രാൻസിന്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എന്റെ തലയിൽ വെച്ചു. ഇതാര് പറഞ്ഞതാണെന്നറിയാവോ? നെപ്പോളിയനാണ്. നെപ്പോളിയൻ പറഞ്ഞത്. നമ്മള് കഴിഞ്ഞ SCERT ഡിസ്കസ് ചെയ്തപ്പോ തന്നെ പഠിച്ചതാണ്. നെപ്പോളിയൻ ഒരുപാട് ഭരണപരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നല്ലേ. അതെ അതെ. അപ്പൊ അരാജകത്വത്തിലേക്ക് വഴുതി മാറി ഈ ഫ്രഞ്ച് സമൂഹം. നമ്മൾ ഇന്നലെ എവിടെയായിരുന്നു നിർത്തിയത്? ഈ പുതിയ ഗവൺമെന്റ് വന്നിട്ട് അതും അഴിമതി തന്നെ ആയിരുന്നെന്ന് പറഞ്ഞായിരുന്നു അല്ലെ. അതെ അതെ. ഇപ്പൊ ഫ്രഞ്ച് സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറൽ ആയിരുന്നു നെപ്പോളിയൻ. അപ്പോ ഒരു ഡയറക്ടറിയാണ് അന്ന് വന്നത് ഈ ഭരണസമിതിയായിട്ട്. അപ്പോ ഈ ഡയറക്ടറിക്ക് പകരം ഒരു 3 കൗൺസിലർമാര് വരുന്ന ഒരു പുതിയ ഭരണ സംവിധാനം ഇദ്ദേഹം സ്ഥാപിച്ചു, നെപ്പോളിയന്. അപ്പൊ ഇതിന്റെ ഒന്നാമത്തെ കൗൺസിൽ എന്ന് പറയുന്നത് നെപ്പോളിയൻ തന്നെ. പുള്ളി അപ്പൊ എന്തോ മിലിറ്ററി റൂൾ അങ്ങ് ചെയ്യുക, സ്വയം അങ്ങ് ചക്രവർത്തിയായി. എന്നിട്ട് അദ്ദേഹം കുറെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയാണ്. നിയമപരിഷ്കാരങ്ങളാണ് ആദ്യത്തെ. അപ്പൊ നെപ്പോളിയോണിക് കോഡ് എന്ന് പറയും, നെപ്പോളിയന്റെ നിയമസംഹിത. അപ്പൊ ഫ്യൂഡൽ, അതെ അതെ, ആരോ വന്നിട്ടുണ്ട്. സുജിത്ത്. ഓ ഓക്കെ. അപ്പോ നെപ്പോളിയോൺ എന്തോ സുജിത്തിനെ വിളിച്ചു. ശരി ശരി ശരി. അപ്പോ നെപ്പോളിയൻ കൊണ്ടുവന്ന നിയമപരിഷ്കാരങ്ങളാണ് ഏത്? നെപ്പോളിയോണിക് കോഡ്. അപ്പോ അതില് ഈ ഫ്യൂഡൽ നിയമം അവസാനിപ്പിക്കുകയും ഇക്വാളിറ്റിയും മതസ്വാതന്ത്ര്യവും, സമത്വവും മതസ്വാതന്ത്ര്യവും കൊണ്ടുവരികയും ചെയ്തു കേട്ടോ, നിയമപരിഷ്കാരങ്ങള്. അടുത്തതായിട്ട് നെപ്പോളിയനും പോപ്പും കൂടെ ഉണ്ടാക്കിയ ഒരു കരാറുണ്ട്. അതാണ് കൺകോർഡേറ്റ് എന്ന് പറയും കേട്ടോ, കൺകോർഡേറ്റ്. അപ്പൊ അത് പ്രകാരം കത്തോലിക്ക സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം, നേരത്തെ അതെല്ലാം ബാൻ ചെയ്തായിരുന്നു അല്ലെ, വിപ്ലവ സമയത്ത് ഇത് ബാൻ ചെയ്തായിരുന്നു. അപ്പോ കത്തോലിക്ക സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം പിന്നെയും പുനഃസ്ഥാപിച്ചു. മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പൊ അതാണ് കൺകോർഡേറ്റ് കേട്ടോ, കൺകോർഡേറ്റ്. അതിനുശേഷം വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളാണ് കേട്ടോ. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങള് അപ്പോ സാർവത്രികമാക്കാൻ, എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടിയുള്ള നടപടികൾ അദ്ദേഹം കൈക്കൊണ്ടു. ലിസൈ കേട്ടോ, ലിസൈ എന്ന പേരില് സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു കേട്ടോ, ഗവൺമെന്റ് സ്കൂളുകൾ. അപ്പോ ഗവൺമെന്റ് സർവീസിലോട്ടും സൈന്യത്തിലോട്ടും ആവശ്യമുള്ള നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പൗരന്മാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ലിസയുടെ ലക്ഷ്യം. പിന്നെ അത് മാത്രമല്ല, ദേശീയ സർവകലാശാലയും കൂടെ ഒരെണ്ണം ആരംഭിച്ചു. നമ്മുടെ റിനൈൻസ് സമയത്ത് ഇന്ത്യയിലെ ഇതേപോലെ വിദ്യാഭ്യാസപരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു വേൾഡ് ഫേമസ് ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചായിരുന്നു നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ. അതിന്റെ പേരെന്തായിരുന്നു? വിശ്വഭാരതി സർവകലാശാല. എവിടെയായിരുന്നു സ്ഥാപിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഗുജറാത്ത് അല്ല, ബംഗാള്. ബംഗാൾ. ഓക്കെ. അപ്പോ അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ്, ഓർക്കാൻ എളുപ്പമാണല്ലോ, ഒരു ദേശീയ സർവകലാശാല അദ്ദേഹം ആരംഭിച്ചു. അതിനുശേഷം സാമ്പത്തിക പരിഷ്കാരം, ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിക്കുകയും ഏകീകൃത കറൻസി കേട്ടോ, ഏകീകൃത കറൻസി സ്ഥാപിക്കുകയും ചെയ്തു. ഓക്കെ. അടുത്ത നിയമപരിഷ്കാരം എന്തുവായിരുന്നു? സൈനിക പരിഷ്കാരമായിരുന്നു അല്ലേ. അപ്പൊ ബറ്റാലിയനുകളായിട്ട്, നമ്മുടെ ഇവിടെ ബറ്റാലിയൻ നമ്മൾ പറയുമല്ലോ അല്ലേ. അപ്പോ അതേപോലെ ബറ്റാലിയനായിട്ട് പുനഃസംഘടിപ്പിച്ചു. ഫ്രാൻസിലെ മണി ഏതാണ്? ഇപ്പോഴത്തെ മണി ഏതാണ്? ഫ്രാൻസ് യൂറോ ആണ് കേട്ടോ, യൂറോ തന്നെയാണ്. ഓക്കെ. അപ്പോ ബ്രിട്ടന് യൂറോ ഇല്ലേ? ബ്രിട്ടന് പൗണ്ട് ആണ് ശരിക്കും. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അത്, യൂറോ എന്ന് പറയുന്നത്. അവര് പിന്നെ ഇപ്പം ബ്രിട്ടൻ ആ ഒരു ഇതിൽ നിന്ന് ഇറങ്ങിയായിരുന്നല്ലോ, അവരുടെ ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു, അറിയത്തില്ലേ?
യൂറോപ്യൻ യൂണിയൻ അതിനകത്ത് ആ ഇറങ്ങി. അതെ, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ ഇറങ്ങിയായിരുന്നു. ഓക്കെ. ഓക്കെ, അപ്പൊ യൂറോപ്യൻ യൂണിയന്റെ കറൻസി ആയിട്ട് യൂറോ ഉപയോഗിക്കുന്നത്. ഓക്കെ. അവരുടെ പൗണ്ടാ നമ്മുടെ ബ്രിട്ടീഷ് സാഹിബിന്റെ. ഓക്കെ, അപ്പോൾ ഈ നെപ്പോളിയന്റെ മെയിൻ ശത്രു ബ്രിട്ടൻ ആയിരുന്നു കേട്ടോ. ഇപ്പൊ പറഞ്ഞു വന്നപ്പോ അത് തന്നെ വന്നു. അപ്പോ ഈ ബ്രിട്ടീഷുകാരുടെ മെയിൻ പവർ എന്തുവായിരുന്നു? ഇവർക്ക് നല്ല സെയിലേഴ്സ്, നല്ല ഈ കപ്പലിന്റെ പരിപാടി ഇവർക്ക് എല്ലായിടത്തോട്ടും അങ്ങനെയല്ലേ ഇവര് വ്യാപിച്ചത്. അപ്പോ അതെ. നല്ലൊരു നാവികശക്തിയായി ബ്രിട്ടനെ നേരിട്ട് കീഴടക്കാൻ പറ്റത്തില്ല നെപ്പോളിയനെ. അപ്പോ ബ്രിട്ടനെ സാമ്പത്തികമായിട്ട് തകർക്കാനുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചത് കേട്ടോ. പക്ഷെ എങ്ങനെ തകർക്കാനാ? നമ്മുടെ ഈ അളവറ്റ സമ്പത്ത് മൊത്തം ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ സാമ്പത്തികമായിട്ട് തകർക്കുന്നത്? വേറൊരിടത്ത് അവര് തകർന്നാലും ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പോ ഈ സാമ്പത്തികമായിട്ട് ബ്രിട്ടനെ തകർക്കാൻ നെപ്പോളിയൻ ഉണ്ടാക്കിയ വ്യവസ്ഥയാണ് കോണ്ടിനെന്റൽ വ്യവസ്ഥ കേട്ടോ. കോണ്ടിനെന്റൽ വ്യവസ്ഥ. അപ്പോ ഇത് പ്രകാരം ഫ്രാൻസിന്റെ അധീനതയിലുള്ളതോ അല്ലെങ്കിൽ ഫ്രാൻസുമായിട്ട് സൗഹൃദത്തിലുള്ളതോ ആയ രാജ്യങ്ങളെ ബ്രിട്ടനുമായിട്ടുള്ള വ്യാപാരത്തിൽ നിന്ന് വിലക്കി. പക്ഷെ അത് നെപ്പോളിയൻ വിചാരിച്ച പോലെ അങ്ങോട്ട് നടന്നില്ല. അപ്പൊ അത് മാത്രമല്ല, ഇതും കൂടെ ഒരു കാരണമായി ബ്രിട്ടനുമായിട്ട് പിന്നെ പല യുദ്ധത്തിലോട്ട് നയിച്ച കാരണങ്ങളിൽ ഒരു കാര്യമായി ഇത്. 1815 നമ്മുടെ ഈ നെപ്പോളിയന് വാട്ടർലൂ യുദ്ധത്തില്, വാട്ടർലൂ ബാറ്റിലില് പുള്ളി പരാജയപ്പെടുവാണ്. ഓക്കെ, നമ്മുടെ ഫ്രാൻസിന്റെ കോളനി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. എവിടെയായിരുന്നു ഓർമ്മയുണ്ടോ? മാഹി, പോണ്ടിച്ചേരി. അതെ, മാഹി, പോണ്ടിച്ചേരി. അതല്ല, അവിടെ ഇപ്പോഴും അവര് അവിടുത്തെ ആൾക്കാര്, ഈ ഫ്രാൻസുകാര് സായിപ്പന്മാര് നല്ല ആൾക്കാരാണ് അവര് പറയുന്നത്. മറ്റവന്മാരെ പോലൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് അവര് ഈ സ്വാതന്ത്ര്യദിനം, ഫ്രാൻസിന്റെ സ്വാതന്ത്ര്യദിനം ഇല്ലേ, അത് അവര് ആഘോഷിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ മയ്യഴി, അവിടെ ആ നോവലിലൊക്കെ ഉണ്ട് അത്, ആ കാര്യം. അല്ല, അത് മറ്റേ ടിപ്പു സുൽത്താന് മറ്റേ പുള്ളിയോട്ട് ഈ നെപ്പോളിയനോട്ട് ഭയങ്കര ഇതില്ല, അല്ല ആരാധന ഇല്ല, അതുകൊണ്ട് അങ്ങണ്ടില്ലേ? അല്ലല്ല, അത് ഓക്കെ. ടിപ്പു യാക്കോബിൻ മറ്റേ സൊസൈറ്റിയിലൊക്കെ അംഗമായിരുന്നു. അതെ അതെ, അതാണ്. ഇത് അതല്ല, ഞാൻ ആ നാട്ടുകാർക്ക് ഒരു സ്നേഹമുണ്ട്, അതാ പറഞ്ഞത്. യൂട്യൂബിൽ നോക്കിയാൽ മതി, ആ നാട്ടുകാരുടെ കാണാം അതിങ്ങനെ പറയുന്നത്. ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഇപ്പൊ ബ്ലോഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളത്, ഈ പറഞ്ഞു വന്നപ്പോഴേ. ശരി, അല്ല വേണ ചോദിക്കാം അതൊക്കെ. അപ്പോള് ഈ യൂറോപ്പിന്റെ ഭൂപടം നെപ്പോളിയൻ പരാജയപ്പെട്ടല്ലോ. അപ്പോ 1815 ഓസ്ട്രിയയിൽ വിയന്നയിൽ യോഗം ചേർന്ന് യൂറോപ്യൻ രാജ്യങ്ങള് ചില തീരുമാനം എടുത്തു. അതാണ് വിയന്ന സമ്മേളനം കേട്ടോ. 1815 വിയന്ന സമ്മേളനം. അപ്പൊ ഇതിന് നേതൃത്വം കൊടുത്തത് ഓസ്ട്രിയൻ ചാൻസലർ ആയിരുന്ന മെറ്റേണിക് ആയിരുന്നു കേട്ടോ. മെറ്റേണിക്. ആ വിയന്ന സമ്മേളനത്തോടുകൂടി യൂറോപ്പിലെ ഫ്രഞ്ച് മേധാവിത്വം അവസാനിക്കുകയാണ്. ഓക്കെ. അപ്പോ ഈ വിയന്ന സമ്മേളനത്തിൽ എന്തോ തീരുമാനിച്ചത്? യൂറോപ്യ രാജ്യങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുന്നേ ഉള്ള രാജഭരണം പുനഃസ്ഥാപിക്കുക കേട്ടോ. രാജഭരണം പുനഃസ്ഥാപിക്കുക. പിന്നെ ബോർബോൺ രാജഭരണം, ഏത് നമ്മുടെ ലൂയി 16 അങ്ങേരെ കൊന്നു കളഞ്ഞു. അപ്പൊ അവരുടെ രാജവംശം പിന്നെയും രാജഭരണം പുനഃസ്ഥാപിക്കണം. പിന്നെന്തുവാ? ബ്രിട്ടന്റെ നാവിക മേധാവിത്വവും റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ ആധിപത്യവും അംഗീകരിക്കുക. പിന്നെന്താണ്? മധ്യ യൂറോപ്പിലെ ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കുക. ഇത്രയായിരുന്നു അവരുടെ തീരുമാനം. അപ്പൊ ഈ തീരുമാനങ്ങള് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള കേട്ടോ. യൂറോപ്പ് രാജ്യങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പേ ഉള്ള രാജഭരണം പുനഃസ്ഥാപിക്കുക. ഫ്രാൻസിൽ ഏതാണ്? ബൂർബോൺ രാജഭരണം. ബൂർബോൺ രാജഭരണം പുനഃസ്ഥാപിക്കുക. പിന്നെ ബ്രിട്ടന്റെ നാവിക മേധാവിത്വവും പിന്നെ ആരുടെയാ? ഓസ്ട്രിയയുടെ ഉണ്ട്. പിന്നെ റഷ്യയുടെ കിഴക്കൻ യൂറോപ്പ്, ഈസ്റ്റേൺ യൂറോപ്പിലെയും അംഗീകരിക്കുക, ആധിപത്യം അംഗീകരിക്കുക. അപ്പോ ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു ബോക്സിൽ കൊടുത്തേക്കുന്നതാണ് ട്രീ ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിന്റെ മരം. അപ്പൊ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു
പ്രയോഗമായിരുന്നു, ആലങ്കാരിക പ്രയോഗമായിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ മരം. ഫ്രാൻസിൽ ഇത് പ്രായോഗികമായി. എന്തുവാണ്? വിപ്ലവകാലത്ത്, ഫ്രഞ്ച് വിപ്ലവകാലത്ത് പൊതുസ്ഥലങ്ങളില് സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായിട്ട് മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയിൽ മോചനത്തിന്റെ പ്രതീകമായി അവര് കരുതപ്പെട്ടു പോന്നിരുന്ന ഫ്രീജിയൻ തൊപ്പികൾ, ഏത് നമ്മുടെ ഫ്രീജിയൻ ക്യാപ്പ്, അത് തൂക്കുകയും ചെയ്തു കേട്ടോ. അതെ അപ്പൊ തന്നെ നമ്മളിപ്പോ പറഞ്ഞ കാര്യം വന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുമായിട്ട് നിരന്തര സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്ന മൈസൂർ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ. തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടു. ഇത് പലതവണ ചോദിച്ചിട്ടുള്ള അല്ലേ? അങ്ങനെ അതെ അതെ സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടതിലൂടെ ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവ ആശയത്തോട് ഉള്ള തന്റെ ആഭിമുഖ്യവും തന്റെ ആഭിമുഖ്യം ആ ബ്രിട്ടീഷ് വിരോധവും പ്രകടമാക്കി. അപ്പൊ അതാണ് നമ്മുടെ ഈ ചാപ്റ്റർ. ഈ ചാപ്റ്റർ എങ്ങനെ അവസാനിച്ചത്? നല്ലൊരു ചാപ്റ്റർ ആയിരുന്നല്ലേ? 2-3 ദിവസം എടുത്തു. ഇത് NCERT പറയുന്ന രീതിയിൽ ഒരു വിശദമായിട്ടുള്ളതാ. വിശദമായിട്ട് പോകുന്നതാ. NCERT ഇതുപോലെ ഇതുപോലെ ഈ മെറ്റേർണിക്ക് ഒരു പ്രസ്താവന പറഞ്ഞിട്ടില്ലയോ? ഇപ്പൊ നമ്മൾ മെറ്റേണിക്കിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഇപ്പൊ നമ്മൾ മെറ്റേണിക്കിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അതെന്തുവായിരുന്നു? പറഞ്ഞായിരുന്നു. ഇപ്പൊ പറഞ്ഞതോ? ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്തുവായിരുന്നു? കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞ മറ്റേ ഓസ്ട്രിയയുടെ വിയന്നയിൽ വെച്ചായിരുന്നു യോഗത്തിന്റെ. അതെ, യോഗത്തിന്റെ അധ്യക്ഷൻ അദ്ദേഹമായിരുന്നു അല്ലേ? ഓസ്ട്രേലിയൻ ചാൻസലർ ആയിരുന്നു അദ്ദേഹം. അതെ. അല്ല, മെറ്റേർണിക്കാണ് ഈ അല്ലാതൊരു പ്രസ്താവന പറഞ്ഞത്. ഇടയ്ക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് പറയാവോ? നെപ്പോളിയൻ തുമ്മിയ യൂറോപ്പിന് ഫ്രാൻസ് തുമ്മുക, അതാണ്. തുമ്മിയ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ജലദോഷം പിടിക്കുമെന്ന് ഇല്ലയോ? അതെ അതെ, കണ്ടോ? അതൊക്കെയാണ് കേട്ടോ. ഇപ്പൊ ഓർത്ത് പറഞ്ഞില്ല. അതൊക്കെയാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. ഇങ്ങനെ വേണം ക്ലാസ്. ഓക്കെ, അപ്പൊ ഇനി നമുക്കേ ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് ഈ ടൈം ടേബിൾ നമുക്കൊന്ന് സെറ്റ് ചെയ്താലോ? അതെ, പിന്നെ ഈ ചാപ്റ്ററിന്റെ അവസാനം ഈ തുടർ പ്രവർത്തനം ഒക്കെ ഇല്ലേ, നമുക്ക് അതോടെ നോക്കിയാൽ. ശരി ശരി, ജസ്റ്റ് അതൊന്ന് പറഞ്ഞു. ഓക്കെ. ഇപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിലെ പ്രധാന സംഭവങ്ങൾ അതാണ്. എന്തൊക്കെയാണ് പ്രധാന സംഭവങ്ങള്? മറ്റേ വിപ്ലവങ്ങള്, മറ്റേ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അതെ, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഡേറ്റ് കൂടെ പറയാമോ? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയുടെ 1789 ജൂൺ എപ്പോഴായിരുന്നു? 20. ജൂൺ 19. ജൂൺ 20. പക്ഷെ 17-ാം തീയതി എന്തുവായിരുന്നു? വേറൊരാള് പറയാവോ? അക്സ പറയാവോ? അല്ലല്ല, 17-ാം തീയതി അവര് ഫ്രഞ്ച് അസംബ്ലി ഡിക്ലെയർ ചെയ്തു. ഇന്നലെ അതൊക്കെ എടുത്തപ്പോ ഇല്ലായിരുന്നോ? ആ ടൈമിൽ ഇല്ലായിരുന്നോ? എനിക്ക് കണക്ഷൻ കിട്ടുന്നില്ലായിരുന്നു, അതാ ഞാൻ പോയത്. ശരി ശരി, അല്ല കുഴപ്പമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ നികുതികളൊക്കെ, പുതിയ നികുതികൾ നമ്മൾ കുറെ പഠിച്ചായിരുന്നല്ലേ? അതൊക്കെ ഓർമ്മയുണ്ടോ? കോവി, ബെനൽറ്റി. അതെ, ബെൻവിൻ, പിയേഷ്, ടെറാഷ്. കോവി എന്തുവായിരുന്നു? മറ്റേ ഫ്രീ ആയിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. ബെനാലിറ്റി ആണെങ്കിൽ വീഞ്ഞ് നിർമ്മാണത്തിന് നമ്മൾ വാടക കൊടുക്കുന്നത് അല്ലെ? റൊട്ടി ഉണ്ടാക്കുന്നതിനൊക്കെ ആ ഉപയോഗിക്കുന്ന സ്ഥലത്തിന്റെ വാടക കൊടുക്കുന്നു. പിന്നെ ബാൻവിൻ വീഞ്ഞിന്റെ നികുതി, പിയേഷ് പാലവും റോഡിന്റെ നികുതി, പിന്നെ ടെറാഷ് അല്ലേ? വിളവെടുപ്പ് കാലത്ത് കർഷകരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന നികുതി. പിന്നെ നമ്മൾ ഈ ഒരു ടേബിൾ ഇതെല്ലാം പരമാവധി ഈ ബിൽ ആൻഡ് ഏരിയൽ ഡ്യൂറന്റ് നമ്മൾ പറഞ്ഞില്ല, അതും സാധ്യതയുള്ളതാ. ഇതൊക്കെ പ്രശസ്ത ചരിത്രകാരാണ് ഇവര്, ബിൽ ഡ്യൂറന്റും ഏരിയൽ ഡ്യൂറന്റും. അപ്പൊ അവര് മധ്യവർഗത്തിന്റെ പങ്കിനെ പറ്റിയാണ് അവര് പ്രസ്താവിക്കുന്നത്. അസംതൃപ്തരായ കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട് പൗരോഹിത്യത്തെയും പ്രഭുത്വത്തെയും തകിടം മറിക്കുകയും അസ്വസ്ഥരായ നഗരവാസികളെ കൊണ്ട് രാജകീയ സേനകളെ നിർവീര്യമാക്കുകയും ചെയ്ത ബൂർഷ്വാസിയുടെ
പ്രവർത്തനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സത്ത. കണ്ടോ, അവര് പറഞ്ഞത് എന്താണ്? ശരിക്കും ഇത് ആരുടെ പണിയാന്നാ പറഞ്ഞേക്കുന്നേ? ബൂർഷ്വാസികളുടെ. ആ ബൂർഷ്വാസി ആരാണ്? മധ്യവർഗം. അതായത് മധ്യവർഗം. താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നവര് തന്നെ അല്ലേ? അതെ. അവര് താഴെക്കിടെ കിടക്കുന്ന പാവങ്ങളായ കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട് ചെയ്തു. അത് മാത്രമല്ല, ഓക്കെ. രാജാക്കന്മാരെയും ഇവര് എന്തുവാ ഉപദേശിക്കുകയൊക്കെ ചെയ്തു. ഏത്? മറ്റേ ടാക്സ് എല്ലാവരുടെയും കയ്യിൽ നിന്ന് മേടിക്കണം, ഇല്ലെങ്കിൽ ഖജനാവി ഒന്നും കാണത്തില്ലെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? കാരണം ബാങ്കേഴ്സ് മധ്യവർഗമായിരുന്നു. അതെ. അതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ചിന്തകരെ കുറിച്ച് പറയാമോ? പ്രധാനമായിട്ടും 3 പേര്: വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. ഓക്കെ. വോൾട്ടയർ വിമർശിച്ചിരുന്നത് പുരോഹിതന്മാരെ. പക്ഷെ പുള്ളി ദൈവനിഷേധിയൊന്നും അല്ലായിരുന്നു. അപ്പൊ അത് ചിലപ്പോ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വരും: ദൈവനിഷേധിയായിരുന്ന വോൾട്ടയർ പുരോഹിതന്മാരെ നിരന്തരം വിമർശിച്ചു. നമ്മൾ നമ്മളത് ഓർക്കത്തില്ല. നമ്മളിത് വായിക്കുമ്പോൾ ശരിയാണല്ലോ, വോൾട്ടയർ ഉണ്ടായിരുന്നു, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാര്യം പറയുന്നത്. അത് ഇതാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ നമുക്ക് തെറ്റ് വരാൻ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാല് ഈ സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴാ. കാരണം എല്ലാം നമുക്ക് ശരിയാന്ന് തോന്നുന്നു അല്ലേ? അതെ. ചെറിയൊരു കാര്യം, ഈ നമ്മുടെ ഏത് എക്സാം ആയിരുന്നു? ഈ പോലീസ് അല്ല, കഴിഞ്ഞ ഒരു പോലീസിന്റെ എക്സാമിനാണെന്ന് തോന്നുന്നു. അല്ല, പോലീസിന്റെ എക്സാം അല്ല കേട്ടോ. ഞാൻ പറയാം, ക്വസ്റ്റ്യൻ എന്താന്ന് പറയാം. സ്ത്രീകളെ രാത്രിയോ രാവിലെയോ തടഞ്ഞു വെക്കുന്നതെന്ന് അങ്ങനെ എന്തോ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. വെക്കാൻ സാധിക്കില്ലെന്നോ അങ്ങനെ എന്തോ ഒരു പ്രസ്താവനയാണ്. അപ്പൊ അതില് ശരിക്കും രാത്രിയിലെന്നില്ല, പകലെന്നേ ഉള്ളൂ. പകല് തടഞ്ഞു വെക്കാന്നോ മറ്റോ ആണ്. ഒന്നുമില്ല കേട്ടോ, ഒറ്റൊരു വാക്കിന്റെ ഇതാ. ആ ഒരു വാക്ക് ആഡ് ചെയ്തപ്പോ നമുക്ക് കൺഫ്യൂഷൻ ആവുക. അപ്പൊ കാര്യം ശരിക്കും അറിയാതെ പറ്റത്തില്ല നമുക്ക്. അതാ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ആയിരുന്നു അതോ? അതെ, ഏതോ ഒരു സ്പെഷ്യൽ അല്ല. അത് ഏതായിരുന്നു? ഒരു നിമിഷം, ആരോ ജോയിൻ ചെയ്യാൻ നോക്കുന്നു. ഓക്കെ. അപ്പോ നമ്മുടെ ഈ 2ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ വന്നവർക്ക് നമുക്ക് റിവൈസ് ചെയ്യാം. അക്സ, കുറച്ച് നെപ്പോളിയന്റെ കുറച്ച് ഒന്ന് പറയാമോ? ഗുഡ് ഈവനിങ് ആൽഫി. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു നെപ്പോളിയൻ. ഓക്കെ, ഞാനത് പേജ് എടുത്ത് വെക്കാം. പറഞ്ഞോളൂ. ഹലോ, ആദ്യം നിയമപരിഷ്കാരങ്ങൾ റേഞ്ചിന് അത് കുഴപ്പമില്ല. ആദ്യം നെപ്പോളിയനിക് കോഡ് കൊണ്ടുവന്നു, പുള്ളിയുടെ നിയമസംഹിത കൊണ്ടുവന്നു. ഓക്കെ, അതിലെന്താണ് അദ്ദേഹം ചെയ്തത്? ഫ്യൂഡൽ നിയമങ്ങള് നെറ്റ് വിഷയമുണ്ടോ? നെറ്റ് പ്രശ്നം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അനൂപ് ഒന്ന് പറയാം. അനൂപ്. സുജിത് ഒന്നും മിണ്ടുന്നില്ലല്ലോ. സുജിത്ത് കേക്കാവോ? സുജിത്ത് മ്യൂട്ട് ഒന്ന് മാറ്റിട്ട് സംസാരിച്ചോ. സുജിത്ത് ഉറക്കമാണെന്ന് തോന്നുന്നു. ഇല്ലടാ, ഞാൻ പുറത്താ. ഞാൻ കേട്ടോളാം. ശരി. അനൂപ് ഒന്ന് പറയാമോ നമ്മുടെ പരിഷ്കാരങ്ങള് നെപ്പോളിയന്റെ? സ്ക്രീൻ പോയോ? ഇല്ലേ? സ്ക്രീൻ പോയി. നിയമസംഹിത അത് ഫ്യൂഡൽ നിയമങ്ങൾ അവസാനിപ്പിക്കുകയും സമത്വം, മതസ്വാതന്ത്ര്യം ഇവ അംഗീകരിച്ചു. ഓക്കെ,
പിന്നെ അടുത്ത എന്തായിരുന്നു? നെപ്പോളിയനും പോപ്പും തമ്മിലുള്ള ഒരു കരാറുണ്ടാക്കി. അതിനെ ഓ, കൺകോർഡറ്റ് എന്നാ പറയുന്നത്. ഓക്കെ, കൺകോർഡേറ്റ്. കൺകോർഡറ്റ്. ശരി ഇതിനകത്ത് കത്തോലിക്ക സഭയുടെ ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചു പോപ്പുമായിട്ടുള്ള. ശരി. കാരണം നേരത്തെ അത് എന്തുകൊണ്ടാ? വിപ്ലവ മറ്റേ സമയത്ത് ആദ്യ വിപ്ലവം നടന്നപ്പോ മൊത്തം ബാൻ ചെയ്തായിരുന്നു അല്ലേ? വിപ്ലവം നടന്നപ്പോൾ അത് എല്ലാം നിർത്തി നിർത്തിവെച്ചേക്കുമായിരുന്നു. അത് പിന്നെ തുടങ്ങി. ഓക്കെ, ഇപ്പൊ നെപ്പോളിയൻ വന്നപ്പോൾ അത് പിന്നെ പുനഃസ്ഥാപിച്ചു. അതുപോലെ തന്നെ മറ്റു മതവിഭാഗങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചു ഓക്കെ, നെപ്പോളിയൻ, മറ്റു മതവിഭാഗങ്ങൾക്ക്. പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുണ്ട്. വിദ്യാഭ്യാസം എല്ലാവർക്കും സാർവത്രികമാക്കുന്നതിന്റെ നടപടികളൊക്കെ കൊണ്ടുവന്നു. പിന്നെ അദ്ദേഹം ലിസൈ എന്ന പേരിൽ ഒരു സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഓക്കെ. നമ്മുടെ എല്ലാവർക്കും ഗവൺമെന്റ് സ്കൂൾ പോലെ സാർവത്രികമാക്കാൻ അല്ലേ? വേണ്ടി ലിസൈ. ശരി, അതെ, ലിസൈ. പിന്നെ സർക്കാർ സർവീസിലേക്കും സൈന്യത്തിലേക്കും ആവശ്യമുള്ള വിദ്യാസമ്പന്നരെ സൃഷ്ടിക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ സൃഷ്ടിക്കാൻ വേണ്ടി. എന്നുള്ള പിന്നെ അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി. ദേശീയ കലാശാല സമ്പ്രദായം ആരംഭിച്ചു. ഒരു ദേശീയ യൂണിവേഴ്സിറ്റി പോലെ. അതിനെ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ അറിയപ്പെട്ടു. ശരി, ഈ സംവിധാനം രാജ്യത്തെ എല്ലാ വിദ്യാഭ്യാസ രംഗത്തെയും നിയന്ത്രിച്ചു. അപ്പൊ ശരി, അദ്ദേഹം വിദ്യാഭ്യാസ സമ്പ്രദായം നിയന്ത്രിച്ച് എല്ലാവർക്കും സാർവത്രികമാക്കിയിട്ട് അത് സൈന്യത്തിലോട്ടും പിന്നെ സർക്കാർ സർവീസിലോട്ടും കൊണ്ടുവരാൻ വേണ്ടിയുള്ള ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിനുള്ളത്. ഓക്കെ. പിന്നെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളുണ്ടായിരുന്നു. ഉം. ഇത് ഏകീകൃത കറൻസി സംവിധാനം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിനുവേണ്ടി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു അദ്ദേഹം. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചിട്ട് ഏകീകൃത കറൻസി കൊണ്ടുവന്നു. ഓക്കെ. അടുത്തത് പിന്നെ സൈനിക സൈനിക പരിഷ്കാരം. പിന്നെ അദ്ദേഹം ഒന്നാമത് ഒരു ആർമി ഉദ്യോഗസ്ഥനായിരുന്നല്ലോ. അതെ, അതുകൊണ്ട് തന്നെ അദ്ദേഹം പല ബറ്റാലിയനെ പുനഃസ്ഥാപിച്ചു. ബറ്റാലിയൻ സംവിധാനം കൊണ്ടുവന്നല്ലേ? ഓരോ ബറ്റാലിയൻ ബറ്റാലിയൻ. ഓക്കെ, സൈന്യത്തിനെ. ശരി, ഓക്കെ. അപ്പോ ഇത് നമുക്ക് വേണേ ഇത് ചോദിക്കാം, ചേരുംപടിയായിട്ടൊക്കെ ചോദിക്കാം. അതെ. ചിലപ്പോ ഇത് പേര് ഈ ലിസ എന്നുള്ള പേരൊക്കെ മാറ്റി ചോദിക്കാം, വിദ്യാഭ്യാസ പരിഷ്കാരത്തിന്റെ പേരൊക്കെ അല്ലേ? അതെ. വേറെ വല്ല പേര് വേറെ എന്തെങ്കിലും തന്നിട്ട് നമുക്കറിയത്തില്ല. നമുക്കറിയാം വിദ്യാഭ്യാസ പരിഷ്കാരം കൊണ്ടുവന്നറിയാം. നമ്മൾ ഉടനെ അതങ്ങ് മാച്ച് ചെയ്യും. അതെ. അപ്പോ നെപ്പോളിയനെ ആരായിരുന്നു തോൽപ്പിച്ചത്? ബ്രിട്ടീഷുകാർ. അത് അതെ, നമ്മുടെ ബ്രിട്ടീഷുകാർ. ഓക്കെ. അപ്പോ ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചല്ലേ? എന്നായിരുന്നു? 1815 ഏത് യുദ്ധമായിരുന്നു? വാട്ടർലൂ യുദ്ധം. ഓക്കെ. അങ്ങനെ അദ്ദേഹം പരാജയപ്പെട്ടു. എന്തോ കേട്ടില്ല. അല്ല, ഈ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടില്ല. ഏതൊരു ദ്വീപിലോട്ട് അങ്ങോട്ട് നാട് കടത്തി. അതെ, അദ്ദേഹത്തെ നാട് കടത്തി. ഇതിനകത്ത് പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ നോക്കുന്നില്ല. ചുമ്മാ നമുക്ക് നോക്കണ്ട അല്ലേ? അത് നോക്കണോ? ചുമ്മാ പറഞ്ഞു. അപ്പോ ഇതും കൂടെ പറയാമോ? അദ്ദേഹത്തെ പരാജയപ്പെടുത്തി കഴിഞ്ഞിട്ട് ഒരു യൂണിയൻ കൂടി അല്ലേ? ഒരു കൗൺസിൽ കൂടിയായിരുന്നു അല്ലേ? യോഗം. അതുകൂടെ പറയാമോ? മെറ്റേർണിക്കിന്റെ കീഴിലല്ലേ? മെറ്റേർണിക്കിന്റെ കീഴിൽ. അദ്ദേഹം നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ ശേഷം 1815 തന്നെ ഒരു കൂടി. അത് എവിടെയായിരുന്നു? മറ്റേ വിയന്നയല്ലേ ചേർന്ന്? അതെ, ഓസ്ട്രിയയിലെ. അതെ. അപ്പൊ അതിനെ വിയന്ന സമ്മേളനം എന്നറിയപ്പെടുന്നത്. ഇത് നേതൃത്വം കൊടുത്തത് മെറ്റേർണിക്കാ, ഓസ്ട്രിയയുടെ ചാൻസലർ. ഈ മെറ്റേർണിക്ക് തന്നെയാണ് നമ്മുടെ ഫ്രാൻസിന് ജലദോഷം പിടിച്ചാൽ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിന് മുഴുവൻ ജലദോഷം പിടിക്കാമെന്നും പറഞ്ഞു അല്ലേ? അല്ല, ആ സമയത്ത് നെപ്പോളിയൻ അത്രയധികം ഒരു ആധിപത്യം യൂറോപ്യൻ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഇങ്ങനെ പറഞ്ഞു. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഈ യൂറോപ്യൻ കൺട്രീസ് ഇപ്പൊ യോഗം കൂടിയതും നെപ്പോളിയൻ തോറ്റപ്പോൾ. അതെ. ശരി. അപ്പോ പറഞ്ഞാട്ടെ, എന്തൊക്കെയായിരുന്നു തീരുമാനങ്ങള്? അല്ല, അതിനകത്ത് വിയന്ന സമ്മേളനത്തിൽ യൂറോപ്പിലെ ഫ്രഞ്ച് മേധാവിത്വം അവസാനിച്ചു. അത് പറയുന്നു. അവസാനിച്ചു. അതാ മെയിനായിട്ട് പറഞ്ഞു. അല്ല, നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ യൂറോപ്പിലെ ഫ്രഞ്ച് വിപ്ലവത്തിന് മുന്നേ ഉള്ള രാജഭരണം സ്ഥാപിക്കണം എന്ന് പറഞ്ഞു. സ്ഥാപിക്കണം. പിന്നെ ബൂർബൻ രാജഭരണം സ്ഥാപിക്കണം എന്ന് പറഞ്ഞു. പിന്നെ
മറ്റേ റഷ്യയുടെ കിഴക്കൻ അതെ. യൂറോപ്പിലുള്ള ആധിപത്യം റഷ്യയുടെ ആധിപത്യം അംഗീകരിക്കണം, പിന്നെ ബ്രിട്ടന്റെ മേധാവിത്വം അംഗീകരിക്കണം എന്ന് പറഞ്ഞു. മേധാവിത്വം അംഗീകരിക്കും. മറക്കല്ലേ. അപ്പൊ അടുത്തത് പിന്നെ എന്തുവായിരുന്നു? അതുപോലെ ഓസ്ട്രിയ അല്ലേ? ഓസ്ട്രിയ. ഓസ്ട്രിയയുടെ മേധാവിത്വം മധ്യ യൂറോപ്പില് ഉം, ഉം. മധ്യ യൂറോപ്പില് അവരുടെ അവിടെ അംഗീകരിക്കണം, അവരുടെ ആധിപത്യം അംഗീകരിക്കണം എന്ന് പറഞ്ഞു. ഓസ്ട്രിയയുടെ മധ്യ അതെ. ഈ യൂറോപ്പിലെ ഓസ്ട്രിയ മേധാവിത്വം. ഇനി നമുക്ക് വരുന്ന സമയത്ത് ഇനി വേറെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഓസ്ട്രിയ ശരിക്കും ഇമ്പോർട്ടന്റ് അല്ലേ? അതെ അതെ, മറ്റേ ഒന്നാം ലോക ആ അതെ അതല്ലേ, അതിനകത്തല്ലേ? അതെ. ഓസ്ട്രിയയും ഹംഗറിയും കൂടെ ആരോടാണ് അവര് അതെ യുദ്ധം അതെ, പ്രഖ്യാപിച്ചത് ഈ വേൾഡ് വാറിന്റെ? വേറെ ആരെങ്കിലും പറയാം? ഓസ്ട്രിയ ഹംഗറിയും അൽഫിക്ക് അറിയാവോ? അൽഫി, സുജിത്, അക്സ, ആർക്ക് വേണേലും പറയാം കേട്ടോ. നമ്മുടെ വേൾഡ് വാർ 1 കാര്യം പറഞ്ഞതേ ഉള്ളൂ. ശരി, സെർബിയയുമായിട്ടാണ് യുദ്ധം പ്രഖ്യാപിച്ചത് ആദ്യമേ. അതെ അതെ, പിന്നെ അതിനെ ഏറ്റുപിടിച്ചാണ് മറ്റു രാജ്യങ്ങള് അല്ലേ? കൂടി അതെ. ഒന്നാം ലോക നമുക്കത് മഹായുദ്ധം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പൊ എന്തായാലും നമ്മുടെ ഈ ചാപ്റ്റർ നമ്മുടെ തീർന്നു. സിലബസിലുണ്ടല്ലോ. അതെ, സിലബസിൽ ഉണ്ടല്ലോ. ഒന്നാം ലോക മഹായുദ്ധം ഉണ്ട്, രണ്ടാം ലോക മഹായുദ്ധം ഉണ്ട്. ഉണ്ട്. എന്തായാലും നമുക്കത് എടുക്കാമല്ലോ. അപ്പോ ഇതിൽ എന്തെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടോ? നമ്മളിത് ഈ ഒരു ചാപ്റ്റർ നമ്മൾ മൊത്തം ഡീറ്റെയിൽസ് നമ്മൾ എടുത്താണ് പോയേക്കുന്നത്. അതെ അതെ, എന്തോ മെസ്സേജിൽ ആരോ എന്തോ പറയുന്നെന്ന് തോന്നുന്നു. ഇല്ല, ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, ശരി. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ നമുക്ക് ടൈം ടേബിൾ വെച്ച് സെറ്റ് ചെയ്ത് പോയി. ഇപ്പൊ നമ്മള് നേരത്തെ ആ ഹിസ്റ്ററി തുടങ്ങിയോണ്ട് മൊത്തം തീർക്കാൻ വേണ്ടി അങ്ങനെ പോയെന്നേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ ടൈം ടേബിൾ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്താലോ? എല്ലാവരുടെ അഭിപ്രായം ഒന്ന് പറയാമോ? എല്ലാവർക്കും പറ്റുന്നൊരു സമയം, ആ അതെ, സമയത്ത് മതി. 8:30 9 മണി. ഒന്ന് പറയാവോ? മറ്റുള്ളവരും കൂടെ മ്യൂട്ട് മാറ്റി ഒന്ന് പറയാവോ? നമുക്ക് പറ്റുന്ന ഒരു ടൈം, ഈ ടൈം തന്നെ മതിയോ അതോ? ഈ ടൈമിംഗ് ഓക്കെ സർ. ഓക്കെ ആണോ? ഓക്കെ. അൽഫി, ഈ ടൈം കുഴപ്പമില്ലല്ലോ? 8:30 to 9:30. ഇന്ന് ഹിസ്റ്ററി ആയിരുന്നു. മറ്റേ ഫ്രഞ്ച് വിപ്ലവം. അതെ, ഫ്രഞ്ച് വിപ്ലവം. അത് സത്യം പറഞ്ഞാല് നമ്മള് എല്ലാ ലോക വിപ്ലവവും കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ SCERT ബുക്കിലോട്ട് കയറിയത് അതിന്റെ കണ്ടിന്യൂഷൻ തന്നെ എടുത്തു പോയെന്നേ ഉള്ളൂ. ഇതിൽ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ 8:30 മുതൽ 9:30 തന്നെ മതി അല്ലേ? ശരി. ഓക്കെ, അപ്പൊ നമുക്കിനി ഓരോ ദിവസം ആദ്യം നമുക്ക് 10th ലെവൽ മൊത്തം പഠിച്ചു തീർക്കാം. എന്നിട്ട് താഴോട്ടുള്ള ക്ലാസ്സുകൾ തീർത്തു പോവാം. 9, 8, 7, 6, 5 വരെ നമുക്ക് ചെയ്യാം. പിന്നെ അതിനുശേഷം നമുക്ക് NCERT കവർ ചെയ്യാം. NCERTക്കൊപ്പം തന്നെ നമുക്ക് +1 +2 കൂടെ കവർ ചെയ്യാം. കാരണം എല്ലാ സിലബസുകാരും ഇത് തന്നെയാണല്ലോ. +1 +2 സെയിം NCERT അല്ലേ പഠിക്കുന്നത്. സാർ അപ്പൊ ക്ലാസ് അനുസരിച്ച് ബാക്കിലോട്ട് പോയില്ലേ? ആദ്യം 10, പിന്നെ 9, 8. അതെ, അങ്ങനെ പോവാം. എന്തായാലും ഇതെല്ലാം നമുക്ക് ഡിഗ്രി ലെവൽ മുതലുള്ള താഴോട്ടുള്ള പരീക്ഷകൾക്ക് എല്ലാം ഉപകാരപ്പെടുന്നതാണല്ലോ ഇതെല്ലാം, ഈ പഠിക്കുന്ന മൊത്തം. ഡിഗ്രി ലെവലിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോ ഇച്ചിരി അഡ്വാൻസ്ഡ് നല്ലപോലെ അറിയണം, ഡീപ്പായിട്ട് അറിയണം. സ്റ്റേറ്റ്മെന്റ് തന്നെ വരും അല്ലെ? പക്ക സ്റ്റേറ്റ്മെന്റാ വരുന്നത്. അതെ അതെ, അതിപ്പം മാറിയതാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടാണ് ഡിഗ്രി ലെവലിന് വരുന്നത്. ഈ ഇത്തവണത്തെ ഡിഗ്രി പ്രിലിംസിന്റെ ഫെസ്റ്റ് എഴുതിയവർക്ക് അറിയാം. ഫെസ്റ്റ് ഘട്ടം അല്ലേ? എഴുതിയായിരുന്നോ കൂട്ടുകാരെ നിങ്ങളൊക്കെ? എനിക്ക് സെക്കൻഡ് എഴുതിയായിരുന്നു സർ. എങ്ങനെ ഉണ്ടായിരുന്നു? മെയിൻസ് എഴുതാൻ ചാൻസ് ഉണ്ടോ? ഹലോ,
അപ്പോൾ അനൂപ കേൾക്കാം? കേൾക്കാം പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു ദിവസം അങ്ങ് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ എങ്ങനെ തിങ്കളാഴ്ച എന്തോ വേണം? അല്ല അപ്പൊ സാറ് ഇത് സയൻസ് മാത്രം അതോ മറ്റു വിഷയങ്ങളും എടുക്കില്ലേ? നമുക്കെല്ലാം തീർക്കണ്ടേ? നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തം കവർ ചെയ്യുക എന്നുള്ളതാ. ഓക്കെ. അപ്പൊ മൺഡേയില് നമുക്ക് എന്ത് ചെയ്യാനാ? മൺഡേ നമുക്ക് സോഷ്യൽ നോക്കാനോ? സോഷ്യൽ മതി. സോഷ്യലിനകത്ത് ഏത് വേണം? ഹിസ്റ്ററി, ജിയോഗ്രഫി? ഹിസ്റ്ററി എടുക്കട്ടെ മൺഡേ. അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം കേട്ടോ. പിറ്റേ ദിവസം വേറെ വിഷയമാണെങ്കിലും തലേന്നത്തെ ഒന്ന് റീവൈസും കൂടെ ചെയ്തു പോവാം. ഇല്ലേ നമ്മൾ മറന്നു പോയത്. ശരി. ഓക്കെ. അപ്പൊ ട്യൂസ്ഡേ പറഞ്ഞോട്ടെ. ഏത് വേണം അക്സ? ട്യൂസ്ഡേ ജോഗ്രഫി. ശരി, അതും സോഷ്യൽ തന്നെയാ അല്ലേ? ഓക്കെ. വെനസ്ഡേ സയൻസ് എടുക്കുന്നുണ്ടോ സർ? പിന്നെ സയൻസ് ആണ് മെയിൻ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, SCRT NCERT നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള എയിമാണ് നമ്മുടെ ക്ലാസ്സിന്. ഇപ്പൊ ഫുൾ സബ്ജക്ട് കവർ ചെയ്യാനാണ്. അങ്ങനെയാണെ വെനിഷ്ഠ നമുക്ക് ബയോളജി വല്ലതും എടുക്കാലോ. ശരി, ബയോളജി. എന്നാ പിന്നെ ജോഗ്രഫി വെനസ്ഡേ ഇട്ടോ, എന്നിട്ട് സയൻസ് വല്ലതും ഇട്ടോ ട്യൂസ്ഡേ. അത് ഞാനും പറയാൻ വന്നത്. കാരണം തിങ്കളാഴ്ച സോഷ്യൽ അല്ലേ, അപ്പം ചൊവ്വാഴ്ച സയൻസിന്റെ ഒരു വിഷയം എടുക്കാം. ശരി, അപ്പൊ ചൊവ്വാഴ്ച ബയോളജി ആകട്ടെ. ഓക്കെ. വെനസ്ഡേ വെനിഷ്ഠ നമുക്ക് ജിയോഗ്രഫി എടുക്കും. ശരി, ജിയോഗ്രഫി. അടുത്തത് ഇനി ഫിസിക്സോ കെമിസ്ട്രി ഏതെങ്കിലും. ശരി, ഫിസിക്സോ കെമിസ്ട്രിയോ? അതപ്പോ നമ്മുടെ ഗ്രൂപ്പ് ഇടാം. ശരി, സൺഡേ മലയാളം. ഓക്കെ, മലയാളം ഇമ്പോർട്ടന്റ് ആണല്ലോ. 10 മാർക്ക് അല്ലാത്ത പരീക്ഷയ്ക്ക് അല്ലേ, 10th +2 ഒക്കെ. സൺഡേ വരെ ആയില്ലല്ലോ നമ്മള്. വരട്ടെ, തേഴ്സ്ഡേ വരെ എത്തിയുള്ളൂ. തേഴ്സ്ഡേ ഫിസിക്സ് എടുക്കാം. ഫിസിക്സ് ഓക്കെ, പറഞ്ഞു. ഫ്രൈഡേ ഇനി ഏതാ? ഹലോ, ഫ്രൈഡേ ഇനിയുള്ളത് സൺഡേ നമുക്ക് മലയാളവും മാത്സും കൂടെ ആക്കാം. മലയാളം മാത്സ്. ഓക്കെ, മലയാളമോ മാത്സോ അത് നമ്മുടെ ഗ്രൂപ്പിൽ പറയാം. അപ്പൊ ഫ്രൈഡേയും സാറ്റർഡേ ഇനിയും ഉണ്ട്. അതപ്പോ ഇനി എങ്ങനെ? മലയാളം മാത്സ് അപ്പം SCRT അല്ലേ എടുക്കുന്നത്? അത് SCRT തന്നെ. നമുക്ക് ആവശ്യമുള്ളതേ ഉള്ളൂ. നമ്മുടെ എയിം എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞ നമുക്ക് ഇത് മൊത്തം കാണാതെ പഠിക്കുകയെന്നോ മൊത്തം അങ്ങ് കവർ ചെയ്ത് എടുക്കുക എന്നുള്ളതല്ല. നമുക്ക് ജോലി എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇപ്പൊ പഠിക്കാതിരിക്കാൻ പറ്റത്തുമില്ലല്ലോ. അവരങ്ങനെ ചോദ്യം ഇടുന്നത്. അതുകൊണ്ട് നമ്മൾ ഫുള്ള് പഠിച്ചു പോകുന്നു, ഒന്നും പഠിക്കാതിരിക്കുന്നില്ല. സാറ്റർഡേ നമുക്ക് കെമിസ്ട്രി എടുക്കും. ഓക്കെ, ഫ്രൈഡേയും കൂടെ ഉണ്ട് കേട്ടോ. വേറെയും സബ്ജക്റ്റുകൾ നമ്മൾക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പൊ ഫ്രൈഡേ എന്തോ വേണം? ഇനി നമ്മൾ എടുക്കാനുള്ളത് ഇംഗ്ലീഷ് ഉണ്ടല്ലേ? ഇംഗ്ലീഷും വേറൊരു സബ്ജക്റ്റും കൂടെ. ചെറിയത് ഏതാ വരുന്നത് ഇനി സിലബസിനകത്ത്? കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റുമോ? കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷൻ തീരത്ത് പോലും ഇല്ലാത്തത്. അപ്പൊ അതിനൊരു ദിവസം തന്നെ അങ്ങ് എടുക്കാം. ഫ്രൈഡേ കോൺസ്റ്റിറ്റ്യൂഷൻ ഇടട്ടെ. അല്ല, നമ്മൾ മൺഡേ ചരിത്രം എടുക്കത്തില്ല, അത് പെട്ടെന്ന് തീരത്തില്ലയോ? 2-3 ക്ലാസ് ചരിത്രം നമ്മുടെ ഇപ്പോഴത്തെ ടെസ്റ്റ് തീരാൻ അനൂപ് കണ്ടേ ഇല്ലയോ? അല്ല, എല്ലാ ചാപ്റ്ററും ഇതുപോലെ എല്ലാ ചാപ്റ്ററും വലുതാ. അങ്ങനെ ഫ്രൈഡേ ഇംഗ്ലീഷും കോൺസ്റ്റിറ്റ്യൂഷനോട് എടുക്കും കുറച്ച്. ശരി, ഇംഗ്ലീഷ് കുറച്ച് നമുക്ക് ഈ പ്രീവിയസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അത് മതി, ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് പോയിന്റും. ശരി, ഇംഗ്ലീഷിന്റെ ചാപ്റ്റർ എന്നുള്ളത് കുറവാണ്. പിന്നെ നമുക്ക് ഈ ഷോർട്ട് കട്ട് ഒക്കെ പറയാം. ഏത് മറ്റേ ഈ ഇത് വരുമല്ലോ, ഓരോ പാസീവ് ടു ആക്റ്റീവ് ആക്കണമെന്നും ഒക്കെ. അങ്ങനത്തെ ഒക്കെ നമുക്ക് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. സാറ്റർഡേ ഫ്രീ ആയിട്ടോ ഇപ്പൊ? അല്ല, സാറ്റർഡേ കെമിസ്ട്രി പറഞ്ഞു. അല്ല, തേഴ്സ്ഡേ ഫിസിക്സ് ഓർ കെമിസ്ട്രി എന്നാ ഇട്ടത്.
അപ്പൊ മെയിൻ എല്ലാം കവർ ആയോ അതെ. നോക്കട്ടെ. ബയോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴേ നമ്മുടെ എക്കണോമിക്സ് ഇതും എല്ലാം ഉണ്ടല്ലോ. പോളിറ്റിയും കൂടെ ഉണ്ടല്ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പോളിറ്റിയാ. എക്കണോമിക്സ് ഉണ്ട്. അപ്പൊ സാറ്റർഡേ എക്കണോമിക്സ് അല്ലേ? ഓക്കെ ഓക്കെ. സിലബസ് വൈസ് അല്ല നമ്മളിപ്പോ ഇട്ടേക്കുന്നത്, നമുക്ക് ക്ലാസ് വൈസ് ആണ് ഞാൻ ശരിക്കും. ഏത് ഓക്കെ. പറയട്ടെ എല്ലാം. മൺഡേ ഓക്കെ. ഒന്ന് ഹിസ്റ്ററി. എന്തോ അല്ല സാറ് ടൈം ടേബിൾ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇനി അങ്ങനെ ചേഞ്ച് ശരി ശരി. ഇപ്പൊ മൺഡേ ഹിസ്റ്ററി, ട്യൂസ്ഡേ ബയോളജി, വെനസ്ഡേ ജിയോഗ്രഫി, തേഴ്സ്ഡേ ഫിസിക്സ് ഓർ കെമിസ്ട്രി. നമുക്കത് മാറി മാറി ചെയ്യാം. അതെ അതെ. പിന്നെ ഫ്രൈഡേ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ രണ്ടും നമുക്ക് നോക്കാം. ഒരുമിച്ച് പറ്റാൻ സാധ്യത കുറവാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുപാടുണ്ട്, തീരത്തില്ല. പിന്നെ സാറ്റർഡേ അതെ. എക്കണോമിക്സ്, സൺഡേ മലയാളവും മാത്സും ഏതേലും. ഓക്കെ. ഇപ്പൊ എല്ലാം കവർ ആയോ? അത് ഏതെങ്കിലും സിലബസ് എടുത്ത് വെച്ച് നോക്കിയിട്ട് വേണം ശരിക്കും. അല്ല നമുക്കിപ്പം SCRT ഇത്രയും ചാപ്റ്ററല്ലേ ഉള്ളൂ? CRT ഇത്രേ കണക്ക്, ഉള്ളൂ. ഇംഗ്ലീഷ്, മലയാളം. കണക്ക്, ഇംഗ്ലീഷ്, SCRT അതായത് സയൻസ് 3 എണ്ണം നമ്മൾ ഓക്കെ ആയി. ഹിസ്റ്ററി, ജിയോഗ്രഫി, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റിക്കകത്ത്, പിന്നെ എക്കണോമിക്സ് അത് നമ്മൾ സെപ്പറേറ്റ് ഉണ്ട്, സാറ്റർഡേ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുമായി. സോഷ്യലുമായി. ഇനി ഏതാണ്? കണക്ക്, ഇംഗ്ലീഷ്, മലയാളമായി. അതുമായിട്ടുണ്ട്. അപ്പൊ എല്ലാം ആയി അല്ലേ? അല്ലേ? ഇനി ഇതെല്ലാം നമുക്ക് അപ്പൊ റിവൈസ് ചെയ്ത് പോകണം കേട്ടോ. അല്ലെ നമ്മൾ ഈ പഠിച്ചത് തന്നെ ഇപ്പം ഈ 2-3 ദിവസമായിട്ട് നോക്കുന്നുണ്ട് ഇതൊക്കെ ഓർമ്മയുള്ളത്. അതെ. കുറച്ച് ദിവസം ഇങ്ങനെ പോകും, എന്നിട്ട് നമുക്ക് ചേഞ്ച് വരത്തിനെ വരും. അല്ല മറ്റ് മെമ്പേഴ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ പറയാം? മ്യൂട്ട് മാറ്റിയിട്ട് ഇതിൽ വ്യത്യാസം വേണമെങ്കിൽ. അത് പറയാമല്ലോ. ഇപ്പം അതെ അതെ. അക്സയ്ക്ക് ഇത് ഓക്കെ ആണ്. അക്സയും കൂടെ പറഞ്ഞ ടൈം ടേബിൾ ആണല്ലോ ഇത്. അൽഫയ്ക്ക് ഓക്കെ അല്ലേ? ആകെ നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ. കമ്പൈൻ സ്റ്റഡി ക്ലാസ് ആണല്ലോ, നിങ്ങൾക്ക് പറയാം. ഓക്കെ. ഓ ശരി, ഓക്കെ ആണ് കേട്ടോ. നോട്ടൊക്കെ എഴുതുന്നുണ്ടോ നിങ്ങൾ നമ്മളെ ക്ലാസ്സിൽ? അതോ കേൾക്കുന്നേ ഉള്ളോ? കേട്ടിരിക്കുന്നത് മറന്നു പോകും കേട്ടോ, അല്ലെ വായിക്കുകയൊക്കെ ചെയ്യണം. ഹലോ ഹലോ, കേൾക്കാം. വേറെ പഠിക്കുന്ന ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകാം കേട്ടോ. നമ്മുടെ ലിങ്ക് കൊടുത്തിട്ട് ഇങ്ങനെ വന്നാൽ മതി. അപ്പൊ ഓക്കെ, ഇന്നത്തെ എല്ലാം ഓക്കെ ആണല്ലോ. റിവൈസ് ഇനിയും ചെയ്യണോ? ഒന്നുകൂടെ ചെയ്യണോ മൊത്തം? ഹലോ ഹലോ. ഫുൾ ഇനി ഒന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതോ എന്തോ വേണം? സാർ ഇനി വേറെ ടോപ്പിക് എടുക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യാം ഡേറ്റ് ഒന്ന്. ഓക്കെ, നമുക്ക് ഇത് എന്നാ റിവൈസ് ചെയ്യാം. നാളെ മുതൽ നമുക്ക് പുതിയ ചാപ്റ്റർ എന്നാ ചെയ്യാം. നാളെ എന്തോ വരുന്ന ദിവസം? നാളെ തിങ്കളാ അല്ലേ? ഓ, നാളെ ഇപ്പൊ ഹിസ്റ്ററി തന്നെ വരും. അപ്പൊ നമുക്കേ നമ്മുടെ പഴയ SCRTയിലെ ഒരു ചാപ്റ്റർ നോക്കിയാലോ? എളുപ്പം തീരുന്ന ഏതേലും. അതോ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണോ? പുതിയത് വേണോ? ഏത് വേണം? നാളത്തേക്കിനെ പറയണേ. സിലബസ് നോക്കിയിട്ടെ അതിനനുസരിച്ച്. ശരി, നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞാലും മതി കേട്ടോ. ഓക്കെ. ശരി ശരി ശരി. അപ്പൊ ഇത് നമുക്ക് എന്തായാലും ഒന്ന് റിവൈസ് ചെയ്യാം. പടയെന്ന് റിവൈസ് ചെയ്ത് പോവാം. ഓക്കെ. അപ്പോ നമ്മള്
ഫ്രഞ്ച് റെവല്യൂഷന്റെ കാര്യമായിരുന്നു പറഞ്ഞല്ലേ. ഫ്രഞ്ച് റെവല്യൂഷനിൽ വന്ന ഒരു മുദ്രാവാക്യം എന്തുവായിരുന്നു? നമ്മള് ഇവരിൽ നിന്നാണ് അത് എടുത്തത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. മറ്റേ സ്വാതന്ത്ര്യ സമത്വം സാഹോദര്യം. സ്വാതന്ത്ര്യം. ഓക്കെ. അപ്പൊ ഇവരുടെ ആദ്യത്തെ ആ സമ്മേളനം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തായിരുന്നു? ഡേറ്റ് എന്നായിരുന്നു? അക്സ പറയാവോ? 1789. ആ പോരട്ടെ. ജൂണ് ഡിസംബർ. അല്ല, ജൂൺ. നമ്മളിപ്പോ പറഞ്ഞതാ, കുറച്ചു മുന്നേ പറഞ്ഞതാ. ഓക്കെ, ഞാൻ പറയാം. ജൂൺ 20 കേട്ടോ, മറക്കല്ലേ. ജൂൺ 20. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരുന്നോ കേട്ടോ. അപ്പൊ ഫ്രാൻസിലെ ഈ ഭരണാധികാരികളുടെ രാജവംശം ഏതായിരുന്നു? ബോർബോൺസ് ആയിരുന്നു അല്ലേ. ഇവര് പറഞ്ഞുകൊണ്ടിരുന്ന ഇവരുടെ ആ ഒരു തിയറി എന്തായിരുന്നു? ഇവർക്ക് അധികാരം കിട്ടിയതിന്റെ തിയറി എന്തുവായിരുന്നു? ഡിവൈൻ റൈറ്റ് തിയറി, അല്ലെങ്കിൽ ദൈവദത്താധികാര സിദ്ധാന്തം. അതെ, ദൈവം ഇവർക്ക് കൊടുത്തേക്കുവാന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് പാർലമെന്റ് ഉണ്ട്. ആ പാർലമെന്റിന്റെ പേരെന്തായിരുന്നു? ജനറൽ സ്റ്റേറ്റ്. അങ്ങനെ. അതെ, എസ്റ്റേറ്റ് ജനറൽ. എസ്റ്റേറ്റ് ജനറൽ. പക്ഷെ അത് വിളിക്കുന്നുണ്ടായിരുന്നോ? ഇല്ല. എസ്റ്റേറ്റ് അവര് എത്ര കൊല്ലം കഴിഞ്ഞായിരുന്നു ഒരെണ്ണം വിളിച്ചു ചേർത്തേന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ? 175. അതെ, കറക്റ്റ്. 175. അത് ചിലപ്പോ 174 കാര്യം. അപ്പൊ അറിയത്തില്ലെങ്കിൽ നമ്മൾ പെട്ടു. 175 വർഷം കഴിഞ്ഞിട്ടാണ് അത് വിളിച്ചു ചേർത്തത്. ഓക്കെ. അപ്പൊ ദൈവദത്താധികാരം നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 3 പേരുടെ കാര്യം പറഞ്ഞായിരുന്നു അല്ലെ. 14, 15, 16. 14ന്റെ നമ്മൾ എന്തുവായിരുന്നു പഠിക്കാനുള്ളത്? അയാൾ എന്തോ പറഞ്ഞെന്നാ? ഞാനാണ് രാഷ്ട്രം. അതെ. 15ഓ? എനിക്ക് ശേഷം പ്രളയം. ആ 16 എന്തേലും പറഞ്ഞോ? എനിക്ക് ശേഷം പ്രളയം. അതെ. അക്സയ്ക്ക് നെറ്റ് ഇച്ചിരി സ്ലോ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാ നമ്മള് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് റിപ്ലൈ വരുന്നില്ലേ. റിപ്ലൈ വന്നില്ല. അനിവ കേക്കാവോ? കേക്കാം. ശരി. അപ്പൊ 16 വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല, 16 ഫ്രഞ്ച് വിപ്ലവ സമയത്ത് എടുത്ത രാജാവ്. ശരി. അല്ല, അയാള് പറഞ്ഞില്ല. പക്ഷെ അയാളുടെ പെണ്ണുമ്പിള്ള പറഞ്ഞില്ലേ? അതെ. നിങ്ങക്ക് റൊട്ടിയില്ലെങ്കിലും എന്താ കേക്ക് വെച്ചോളൂ. ശരി. അപ്പൊ ഈ മേരി ആന്റോയിനറ്റ്, ഇയാളുടെ വൈഫിന് ദേഷ്യം ഉണ്ടായിരുന്ന മന്ത്രി ആരായിരുന്നു? ഓർമ്മയുണ്ടോ? ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നല്ലേ. അതൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയില്ല. അതെ. നെക്കറിന് മുന്നേ വന്നതാ. പേരോർക്കും. അതാ, നോക്കട്ടെ. ടർഗോ. ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങോട്ട് വരാം. അപ്പൊ 3 എസ്റ്റേറ്റ് ഉണ്ടെന്ന് അറിയാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ പുരോഹിതന്മാര്, സെക്കൻഡ് പ്രഭുക്കന്മാര്, തേർഡ് നമ്മുടെ സാധാരണക്കാരായ കോമൺസ്. ഇതില് പുരോഹിതർക്ക് വല്ല കുഴപ്പമുണ്ടോ? ടാക്സ് വല്ലതും അടയ്ക്കണോ? ടാക്സ് അടയ്ക്കണം. എല്ലാരും അടയ്ക്കേണ്ട ടാക്സ് ഉണ്ട്. എന്തുവായിരുന്നു അതിന്റെ പേര്? ഓക്കെ, അത് തന്നെ. അപ്പൊ എല്ലാരും കൊടുക്കേണ്ട ടാക്സ് ആയിരുന്നു അത്. അപ്പൊ അത് ഇവര് കുറച്ചൊക്കെ അടയ്ക്കും കേട്ടോ. പുരോഹിതരും പ്രഭുക്കന്മാരും കുറച്ചടയ്ക്കും. ഓക്കെ. ഇനി ഈ പ്രഭുക്കന്മാര് എങ്ങനെയായിരുന്നു സാധാരണക്കാരെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നേ? മറക്കല്ലേ. കോവി, ബെനാലിറ്റ്, ബെൻവിൻ, പിയേഷ്, ടറാഷ് കേട്ടോ. CBBPT. അതെന്തുവാന്ന് പഠിച്ചു വെക്കണം. CBBPT. കോർവി, ബെനാലിറ്റ്, ബാൻവിൻ, പിയാച്ച്, ടറാഷ്. ഓക്കെ. എനിവേ. കേക്കാം. ഓക്കെ. സി കോർവി, ബി ബാനലിറ്റ്, പിന്നെ ഒരു ബി ബാൻവിൻ,
പിന്നെ പിയാഷ് പി, പിന്നെ ടെറാഷ്. ഇതെന്തൊക്കെയാന്ന് അറിയാമല്ലോ. മറന്നോ? മറന്നാലും സാരമില്ല, പഠിച്ചാ മതി അല്ലേ? ഓക്കെ, അടുത്തത് അത് നോക്കണം കേട്ടോ, വായിക്കണം. നിങ്ങൾ തന്നെ ഇത് വായിക്കണം പിന്നെ, എന്നാലേ നമുക്കത് ഓർമ്മ നിൽക്കൂ. അപ്പൊ അടുത്തത് എന്തുവായിരുന്നു? നമ്മുടെ മധ്യവർഗം ഉയർന്നു വന്ന കാര്യം പറഞ്ഞല്ലേ. മധ്യവർഗം, ഈ മധ്യവർഗത്തിൽ ആരൊക്കെയായിരുന്നു ഉൾപ്പെട്ടിരുന്നത്? കോമൺസ്, സാധാരണ. അല്ല, സാധാരണക്കാരാണ്, പക്ഷെ അവർ ഉയർന്നു വന്നു. ഉയർന്നു വന്നിട്ട് അവര് എന്തൊക്കെ സ്ഥാനങ്ങളാണ് അവര് കയ്യേറിയത്? അവർക്ക് അധികാരത്തെ വേണമെന്ന് പറഞ്ഞു, സാമ്പത്തിക. അതെ, എന്നാലും നമ്മള് മധ്യവർഗത്തിൽ ഇവര് ഈ സാമ്പത്തികമായിട്ട് ഉയർന്നപ്പോ ഇവര് ചെയ്ത തൊഴിലും മാറി. കൃഷിയല്ല. ആ തൊഴിൽ, ഏതൊക്കെ തൊഴിലുകാരാണ് ഇപ്പൊ ഉള്ളത് ആ മധ്യവർഗത്തിലെ? ഡോക്ടർമാര്, വക്കീലര്, ബാങ്കർമാര്, ഇവരൊക്കെ ആയിരുന്നു. ഓക്കെ. അതേസമയം ഗ്യാബൽ എന്ന് പറയുന്ന ഒരു നികുതി കൂടെ ഉണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങൾക്കും ഈടാക്കിയിരുന്ന ഒരു നികുതിയായിരുന്നു. ഓക്കെ, ഇതൊരു ജനവിരുദ്ധ നികുതി കൂടെയായിരുന്നു. അതെ അതെ, അത് 15-ാം നൂറ്റാണ്ട് മുതൽ ഉപ്പ് നികുതി മാത്രമായി. പിന്നെന്തായിരുന്നു? സാമ്പത്തിക പ്രതിസന്ധി നേടിയ ഫ്രാൻസ് നേരിട്ട കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. 1730-നും 89-നും ഇടയിൽ 60% വർധന ഉണ്ടായി ധാന്യത്തിന്റെ വിലയില്. പക്ഷെ തൊഴിലാളിയുടെ കൂലി 22% കൂടിയുള്ളൂ. ആ സമയത്ത് തന്നെ ബ്രിട്ടനുമായിട്ട് ഫ്രാൻസ് കരാറ് വെച്ചു. അതായത് ബ്രിട്ടീഷ് ഉൽപ്പന്നത്തിന് ടാക്സ് കുറവായിരിക്കുമെന്ന്. അങ്ങനെ ഫ്രാൻസ് മുഴുവൻ ബ്രിട്ടീഷുകാരുടെ സാധനങ്ങൾ വിൽക്കാനും തുടങ്ങി. അവിടുത്തെ സാധാരണക്കാര് ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. ഓക്കെ. അപ്പൊ അതിനെതിരെ ഈ ആൾക്കാര് ഈ സാധാരണ ജോലിക്കാരും ഒക്കെ തെരുവിലിറങ്ങി. അതേ സമയത്ത് തന്നെ ഈ ലൂയി 16 ഒരുപാട് ബാങ്കിൽ നിന്ന് കടം ഇങ്ങനെ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അവസാനം ബാങ്കുകാർ കടം കൊടുത്തില്ല. കാരണം എന്താ? ബാങ്കുകാർ ആരാണ്? ഏത് വർഗമാ? മധ്യവർഗമാണ്. അതുകൊണ്ട് അവര് കടം കൊടുത്തില്ല. അവര് പറഞ്ഞു, നിങ്ങൾ എല്ലാവരുടെയും കയ്യിൽ ഈക്വലായിട്ട് എടുക്കാൻ പറയാം, കടം പിരിക്കാൻ. ഇനി നമ്മള് പറഞ്ഞ നമ്മുടെ ചിന്തകന്മാരുടെ കാര്യം, വോൾട്ടയർ, അദ്ദേഹം എല്ലാരെയും ഇങ്ങനെ വിമർശിച്ചെന്നേ ഉള്ളൂ, ദൈവനിഷേധിയല്ല. റൂസോ ഒക്കെ നമ്മുടെ ഇമ്പോർട്ടന്റ്. സോഷ്യൽ കോൺട്രാക്ട് റൂസോയുടെയാണ് അല്ലെ. പിന്നെന്തായിരുന്നു? മോണ്ടസ്ക്യൂവിന്റെ ആശയമാണ് ഗവൺമെന്റിൽ എന്തൊക്കെ വേണം? നിയമനിർമ്മാണം, പിന്നെന്തുവായിരുന്നു? നീതിന്യായം, ഭരണനിർവഹണം. ഇതൊക്കെ പറഞ്ഞോളൂ. അദ്ദേഹത്തിന്റെ ബുക്കും ഒക്കെ ഒന്ന് പറഞ്ഞു. ഭരണനിർവഹണം. അതെ, അദ്ദേഹത്തിന്റെ ബുക്ക് നീതിന്യായം, നിയമത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ലോസ്, പിന്നെ 2 ട്രീറ്റീസസ് ഓഫ് ഗവൺമെന്റ്. ഓക്കെ. അതിൽ അദ്ദേഹം എന്തിനാ വിമർശിച്ചത്? ദൈവദത്താവകാശവും സ്വച്ഛാധികാരവും അല്ലേ? ശരി. അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് 2 മന്ത്രിമാരുടെ കാര്യം പറഞ്ഞായിരുന്നു. ഈ 16-ാമനെ നേരിട്ട് ഭരിക്കുന്നില്ല, എല്ലാം മന്ത്രിമാരുടെ കൈ കൊടുക്കുമായിരുന്നു. അപ്പൊ ടർഗോ എന്ന് പറയുന്ന ആളായിരുന്നു ആദ്യത്തെ എക്കണോമിസ്റ്റ്. അപ്പൊ പുള്ളി നല്ല രീതിക്ക് ഇങ്ങനെ കൃഷിക്ക് പ്രോത്സാഹനമൊക്കെ കൊടുത്ത് വ്യാപാര സ്വാതന്ത്ര്യമൊക്കെ അനുവദിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ ടർഗോയും ഈ രാജ്ഞി ഭയങ്കര ഇതാണല്ലോ, ഏത് ധാരാളിയാണ്. അപ്പോ രാജ്ഞിക്ക് ഈ ടർഗോയുടെ രീതികളൊന്നും പിടിച്ചില്ല. അങ്ങനെ അവര് തമ്മിൽ ശത്രുവായതുകൊണ്ട് ടർഗോയെ രാജാവ് പറഞ്ഞു വിട്ടു. അതിനുശേഷം വന്നയാളാണ് ആര്? നെക്കർ. അപ്പൊ ഈ നെക്കറിനെയും കുറെ നാളായപ്പോ, കാരണം നെക്കറും ഈ കൃഷിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരുന്നു, പക്ഷെ പുള്ളിയെയും പറഞ്ഞു വിട്ടു. പക്ഷെ അവസാനം ഈ ടർഗോയുടെ ആശയങ്ങൾ തന്നെയല്ലേ പിന്തുടരുന്നത്? അതെ. നെക്കറും അത് തന്നെ നടത്താൻ നോക്കി. അതുകൊണ്ട് ഈ രാജാവ് അയാളെയും പറഞ്ഞു വിട്ടു. പക്ഷെ ഈ രാജ്യത്തിന് ഒരു നിക്കക്കള്ളിയില്ല, വരുമാനം ഇല്ലാതായപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് രാജാവ് നെക്കറെ തന്നെ തിരിച്ചു വിളിച്ചു. അങ്ങനെയാണ് ഏത് അസംബ്ലി സമ്മേളിക്കുന്നത്? 175 വർഷത്തിന് ശേഷം എസ്റ്റേറ്റ് ജനറൽ പിന്നെയും വിളിച്ചു കൂട്ടുക. ഓക്കെ. അപ്പോ 285 അംഗമാണ് പുരോഹിതന്മാരുടെ. ഇതും മറക്കില്ല കേട്ടോ. 308 പ്രഭുക്കന്മാരുടെ, 621 നമ്മുടെ സാധാരണക്കാര്.
അപ്പം 3 വോട്ടേ ഉള്ളന്ന്. 2 വോട്ട് കിട്ടിയാൽ അവരുടെ പക്ഷമാണ് വിജയിക്കുന്നത്. പക്ഷെ സാധാരണക്കാരെന്തോ പറഞ്ഞു, എല്ലാവർക്കും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് സമ്മതിക്കാത്തതുകൊണ്ട് 1789 17 തീയതി ജൂൺ 17 3ാം എസ്റ്റേറ്റിലെ ആൾക്കാർ എന്തോ പറഞ്ഞു, തങ്ങളാണ് യഥാർത്ഥ ജനപ്രതിനിധി എന്ന് പറഞ്ഞ് ഫ്രഞ്ച് നാഷണൽ അസംബ്ലി ഡിക്ലെയർ ചെയ്തു. അതാ മുമ്പേ ഞാൻ ചോദിച്ചത്. ഓക്കെ. പിന്നെ ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയുടെ നേതാക്കന്മാരാണ് ആരാണ്? ഴാങ് സിൽവിയൻ, അബേസിയസ്, മിറാവോ. ഓക്കെ. അവരുടെ നേതൃത്വത്തില് ടെന്നീസ് കോർട്ട് അസംബ്ലി ചെയ്തു. പിന്നെന്തായിരുന്നു പറഞ്ഞത് നമ്മള്? ജൂലൈ 14 നടന്നത്, ഈ നെക്കറിനെ രാജാവ് ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടെന്നും പറഞ്ഞൊരു ഇത് പടർന്നപ്പോഴത്തേനും ആൾക്കാരെന്തോ ചെയ്തു? ജയിലങ്ങ് തകർത്തു. ഏത് ജയില്? ബാസ്റ്റില്. അപ്പൊ ജൂലൈ 14 കേട്ടോ. എല്ലാം 89 ആണേ. പറഞ്ഞു ജൂലൈ 14. ഓക്കെ. അപ്പൊ അതിന്റെ ഫലമായിട്ട് രാജാവ് എന്തോ ചെയ്തു? അടിമത്തം നിർത്തി, പ്രഭുക്കന്മാരുടെ അധികാരങ്ങൾ കളഞ്ഞു, ജനങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് നൽകേണ്ട ആ കരം അങ്ങ് നിർത്തലാക്കി. പിന്നെന്താ? അധികമായി ചുമത്തിയിരുന്ന നികുതി, ഏത് ഗ്യാബല്ലൊക്കെ എടുത്തു കളഞ്ഞു. പിന്നെന്തുവാ? നമ്മൾ ഈ സാധാരണക്കാരുടെ കാര്യം പറഞ്ഞു. പക്ഷെ ഈ സാധാരണക്കാരായ സ്ത്രീകളുടെ കാര്യം നമ്മൾ പറഞ്ഞില്ല ഇതുവരെ. അവർക്കും ഒരു അവകാശവും ഇല്ല. അപ്പൊ അവര് ഈ സ്ത്രീകള് ഈ പട്ടിണിയൊക്കെ കാരണം അവരും ഒരു പ്രകടനം നടത്തി. അപ്പോ ഈ പ്രകടനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു നാടകൃത്ത് ആരാണ്? ഒളിമ്പ് ദ ഗൂഷ് കേട്ടോ. ഒളിമ്പ് ദ ഗൂഷ്. അതേസമയം ഈ സ്ത്രീ ഒരു വനിതാ നേതാവും ഉണ്ടായിരുന്നു, ഴാങ് റോളന്റ് കേട്ടോ. ഴാങ് റോളന്റ്. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഇന്ന് മൂലം നമ്മൾ നോക്കിയത് ഏത് വസ്ത്രത്തിന്റെ കാര്യമൊക്കെ. ബ്രീച്ച്, പാന്റലോൺ, സാൻസ്കുലോട്ട്, ഇതൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫ്രീജിയൻ തൊപ്പി. അല്ല, അതിനിടയ്ക്ക് ഒരു ഗ്രന്ഥം ഉണ്ടല്ലോ, സ്ത്രീ പൗരരുടെ അവകാശ പ്രഖ്യാപനം. ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ ആൻഡ് ഓഫ് ഫീമെയിൽ സിറ്റിസൺസ് അല്ലെ. സ്ത്രീയുടെയും സ്ത്രീ പൗരരുടെയും അവകാശ പ്രഖ്യാപനം. അദ്ദേഹത്തിന്റെ ബുക്ക് തന്നെ കേട്ടോ, ആ നാടകൃത്തിന്റെ. ഏത്? ഒളിമ്പ് ദ ഗൂഷ്. പിന്നെന്തുവായിരുന്നു? ഒളിമ്പ് ദ ഗൂഷ്. അടുത്തത് നമ്മുടെ നോട്ട് അടിച്ചിറക്കിയ അസൈനാറ്റ്. അതിനും വില ഇല്ലാതായി. ഇവന്മാര് ചുമ്മാ അടിച്ചിറക്കി അതിന്റെ വില കൂടി. പിന്നെ നമ്മൾ എന്തുവായിരുന്നു പറഞ്ഞേ? ഗില്ലറ്റിന്റെ കാര്യം അത് ഇന്ന് പറഞ്ഞില്ല. 1500 പേരെ ഈ റോബസ്പിയർ അറിയാലോ, പുള്ളി കണ്ടുപിടിച്ചു. അതെ, അല്ല, കണ്ടുപിടിച്ചത് വേറെ ആളാണ്. ഇത് കൂടുതൽ ഉപയോഗിച്ചത് ഇയാളാ. കണ്ടുപിടിച്ച ആരായിരുന്നു? ജോസഫ് ഇഗ്നാസ്. ഓർമ്മയുണ്ടോ? ജോസഫ് ഇഗ്നാസ് ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഈ റോബസ്പിയറാ. ഇയാള് വന്നത് ലൂയി 16 ഭരണത്തിൽ നിന്ന് മാറിയപ്പോഴാണ് ഈ റോബസ്പിയർ വന്നത്. ഈ റോബസ്പിയറിനെയും അവസാനം ഗില്ലറ്റിൻ കൊണ്ട് തന്നെ കൊന്നു. അപ്പൊ 1500 പേരെ ഈ റോബസ്പിയർ അങ്ങനെ ഗില്ലറ്റിൻ ഉപയോഗിച്ച് കൊലപ്പെടുത്തി സെപ്റ്റംബറിൽ. അതാണ് സെപ്റ്റംബർ മസാക്കർ കേട്ടോ. ഓക്കെ. പിന്നെ വിപ്ലവ കലണ്ടർ എന്ന് പറയുന്നത് 1793 മുതൽ 1801 വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കലണ്ടർ. ആ സമയത്തെല്ലാം ഇവിടെ വിപ്ലവം നടക്കുക. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെന്താണ്? പിന്നെ നമ്മൾ നെപ്പോളിയന്റെ കാര്യങ്ങളാണ്. അതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഓക്കെ ആയല്ലോ? ഇതിന് ഇനി സംശയമുണ്ടോ? ഇത്രയും പക്ക ആയല്ലേ? നല്ലപോലെ മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നിർത്തുവാണ് കേട്ടോ. അപ്പൊ നാളെ നമുക്ക് ഹിസ്റ്ററി തന്നെ, നമ്മുടെ ഇപ്പൊ ടൈം ടേബിള് പറഞ്ഞ പോലെ ഹിസ്റ്ററി തന്നെ തുടങ്ങാം. വേണമെങ്കിൽ നമുക്ക് പറഞ്ഞോളൂ. അല്ല, സാറിന്റെ സിലബസ് നോക്കിയിട്ടേ ഞാൻ നോക്കിക്കോളാം. ഞാൻ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് തന്നെ ചെയ്യാം. നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ, ഇതിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാല് മാനവികത. ഞാനിപ്പോ കാണിക്കാം നിങ്ങളെ. ഈ മാനവികത ഹ്യൂമനിസം എന്ന് പറയുന്ന സാധനം നമ്മുടെ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ഉണ്ടല്ലോ. 7ാം ക്ലാസ് എന്തോ ഈ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റിന്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ലെവലായി ഇത് കേട്ടോ. 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ ഇത് തന്നെയാണ്, പക്ഷെ ഇച്ചിരി ഉള്ളത്. ഇതില് ഒരുപാടുണ്ട് കേട്ടോ. ഇതേ കുരിശുയുദ്ധവും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്.
ഇതൊന്നും അധികം പക്ഷെ ചോദിച്ചങ്ങനെ കണ്ടിട്ടില്ല. അല്ല, ഈ വർഷം വന്നില്ലേ ചാപ്റ്റർ പുതിയത്? ആ അതെ അതെ അതെ. അത് ഇനിയുള്ള എക്സാമിന് ചോദിക്കും. നമുക്കിത് ഒന്ന് അതിനുള്ള നമുക്ക് കൂടുതൽ നമുക്ക് അല്ല, വരാൻ എന്തോ അത് ഇത് ഈ വർഷം വന്ന ഇത് ടെസ്റ്റ് അല്ലേ, അപ്പൊ അതെ ഇനിയുള്ള അതെ അതെ പുതിയ എക്സാംസിന് അത് ടെസ്റ്റാ. കൂടുതൽ ചോദിക്കും. അറിയാൻ അതെ. പറ്റത്തില്ല ഏതാ വരുന്നതെന്ന്. നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് നാളെ അങ്ങ് തീർക്കാൻ പറ്റത്തില്ല, നമുക്ക് തുടങ്ങാം നാളെ. ഓക്കെ, തുടങ്ങാം. മാനവികത. ഓക്കെ, നമുക്ക് ഒരു കാര്യം കൂടെ, നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം സ്കിപ്പ് ചെയ്യണം, ഏതെങ്കിലും ഒരു ക്ലാസ്. അത് ആൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഈ റിവിഷൻ നമുക്ക് മൊത്തം ഒന്ന് ചെയ്യണം. എന്നിട്ട് ഇടയ്ക്ക് റിവിഷൻ ചെയ്തു. ഇടയ്ക്ക് റിവിഷൻ ചെയ്യണം മൊത്തം, പരീക്ഷ പോലെ തന്നെ. അപ്പൊ അത് സാറ് തീരുമാനിച്ചാൽ മതി ഏത് ദിവസം. ശരി ശരി, അപ്പൊ അങ്ങനെ കേട്ടെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം കേട്ടോ. ശരി, ഓക്കെ. അപ്പൊ എല്ലാവർക്കും സമയം അപ്പൊ 8:30 തൊട്ട് 9 വരെ റെഡിയാ? റെഡിയാണ്. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ഈ വരുന്നവര് മതിയല്ലോ. നമ്മളെന്തോ അറിവ് നമുക്കറിയാവുന്ന അങ്ങോട്ട് ഷെയർ ചെയ്യുന്നു, അവർക്കറിയാവുന്ന ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ. ശരി അനൂപേ, അൽഫി, സുജിത്, അക്സ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ശരി.